ഒരു വർഷത്തേക്കുള്ള കണ്ണിമാങ്ങ, അതേപോലെ ഉപ്പുമാങ്ങ. അമ്മയൊക്കെ ഉള്ളപ്പോഴേ, അമ്മ ഉള്ളപ്പോൾ ചെനമാങ്ങയൊക്കെ ഇടുമായിരുന്നു, ചെനമാങ്ങ എന്ന് പറഞ്ഞിട്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ ഇടാറില്ല. ഉപ്പുമാങ്ങയും അതുപോലെ കടുമാങ്ങ ഇടാറുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കടുമാങ്ങ ഇടുന്നത്. ഇപ്പം ഈ കടുമാങ്ങ നമ്മൾ ഇടുന്ന സമയത്ത് ഇട്ടില്ലെങ്കിൽ അപ്പം നമുക്ക് ഭയങ്കര കൊതിയാവും കടുമാങ്ങ കൂട്ടാനൊക്കെ ആയിട്ട്. പക്ഷെ ഇതിവിടെ ബോട്ടിലിൽ ഇട്ട് വെച്ചാൽ പിന്നെ അങ്ങനെ വേണമെന്നൊന്നുമില്ല. അപ്പം ആർക്കും അത്ര താല്പര്യമില്ല. അങ്ങനെയാണ്. ഇവിടെ എല്ലാവരും വരുമ്പോൾ പറയും എന്താ അച്ചാറാണ് ഉള്ളത് എന്ന്. കാരണം ഇവിടെ എപ്പോഴും അച്ചാറുണ്ടാവുകയെ. അപ്പം എന്താ അച്ചാറാണ് ഉള്ളത് ചോദിക്കാറുണ്ട്. പിന്നെ ഏട്ടന് ഇഷ്ടം നെല്ലിക്ക അച്ചാറാണ്. കടുമാങ്ങ ഇത്രയൊന്നും അല്ല കേട്ടോ, കുറേ ഇടാറുണ്ട് ഇവിടെ. ആരെങ്കിലുമൊക്കെ വരും, അവരൊക്കെ വാങ്ങിച്ചിട്ട് പോവും. വാങ്ങിക്കാന്ന് പറഞ്ഞാൽ പൈസക്കൊന്നും അല്ലേ, ഞാൻ കൊടുക്കാറുണ്ട്. എല്ലാവർക്കും എപ്പോഴും ഇപ്പോൾ അത് ഇടാൻ പറ്റണമെന്നില്ലല്ലോ. ചില സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരക്കിൽ പെടുന്ന സമയത്തൊക്കെ മാങ്ങാക്കാലം അങ്ങോട്ട് കഴിഞ്ഞു പോകും. അപ്പം ഞങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അങ്ങനെ പറ്റാറുണ്ട്. ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലും മക്കളെ അടുത്തൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും മാങ്ങാക്കാലം കഴിയും. അപ്പം നമുക്ക് കടുമാങ്ങ ഇല്ലാണ്ട് പോകും. പക്ഷെ ഇവിടെ എപ്പോഴും ഒരു വർഷം കഴിഞ്ഞാലും കഴിഞ്ഞ വർഷത്തെ മാങ്ങ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതേപോലെ ഇപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത്. അതിന് മുൻപ് ഞാൻ ഇട്ടത് ഇതാ ഒരുപാട് ഇരിപ്പുണ്ട്. ഇത് കേട്ടോ, ഇതിപ്പോൾ അടുത്ത ദിവസം ഇട്ടതാണേ, കുറച്ച് ദിവസം മുന്നേ ഇട്ടതാണ്. ഇതാ കടുമാങ്ങ. ഈ വെള്ളത്തിലൊന്ന് കഴുകി എടുക്കാം നമുക്ക്. ചെറിയ ടർക്കിയാ, തോർത്തോ എന്തെങ്കിലും തുണി മതി. എന്നെ തുണി വേണമെന്നൊന്നുമില്ല. അപ്പം ഞാൻ ഈ ടർക്കി ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇതിലിടുകയാണ്. വേഗത്തിൽ കുറച്ച് കനമുള്ള തുണിയാകുമ്പോഴേ വേഗം ഇതിൻ്റെ വെള്ളം വലിഞ്ഞ് കിട്ടും. വേണേ നമുക്ക് ഈ തുണി കൊണ്ടൊന്നിങ്ങനെ ഒപ്പിയെടുക്കാം. ഇനി വേണമെങ്കിൽ കുറച്ച് നേരം ഫാൻ ഇട്ട് വെച്ചാൽ മതി. എന്നാൽ പെട്ടെന്ന് ഒന്ന് വെള്ളം വലിഞ്ഞു കിട്ടും. ഇല്ലെങ്കിലും വലിഞ്ഞിട്ടുണ്ട്. നോക്കൂ, കുറേ കഴിഞ്ഞിട്ടൊക്കെ നമ്മളിത് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ വെള്ളം വലിഞ്ഞ് കിട്ടിയാൽ മതി. ഇത് ഞാൻ ഇപ്പോഴേ ബോട്ടിലിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടേ എനിക്ക് അത്യാവശ്യമായിട്ട് പോവാണ്ട്. അപ്പം ഞാൻ ഇട്ട് വെച്ചിട്ട് പോവാന്ന് കരുതിയിട്ട്. ആ ബോട്ടിൽ എവിടെ കേട്ടാ, ഞാൻ അത് മതി. ഇത് കഴുകി വെച്ചതാട്ടോ. ഉപ്പ് വേണം, ഉപ്പെടുത്തോളൂ. കല്ലുപ്പല്ലേ? ഇത് കല്ലുപ്പാണേ. ഇത് പൊടിയുപ്പല്ല, ഇതാ കല്ലുപ്പാണ്. കണ്ടില്ലേ, കല്ലുപ്പാണ്. നമുക്ക് കുറച്ച് ഉപ്പ് വിതറാം. ഉപ്പ് വിതറി ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത്രയും മാങ്ങയുണ്ട്. നമ്മളിപ്പോ സാധാരണ അച്ചാറിടുന്ന പോലുള്ള ഉപ്പൊന്നും ഇട്ടാൽ പോരാട്ടോ. ഇതിൽ കുറച്ച് ധാരാളമായിട്ട് ഉപ്പിടണം. എന്നിട്ട് ആ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് അത് അരിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം എടുത്തിട്ട് ബാക്കി ഉപ്പുകല്ല് നമുക്ക് തെങ്ങിനൊക്കെ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത്തിരി ഉപ്പ് നിറയെ വേണം. അപ്പോഴേ ഈ മാങ്ങ നന്നായിട്ട് നല്ല ടെമ്പറായിട്ട് ചുങ്ങുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ട് കേട് വന്ന് പോവും ഉപ്പ് കുറഞ്ഞാൽ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് നമ്മൾ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കളയാം. ഇതിപ്പോൾ ഒരു 2 കിലോ മാങ്ങയുണ്ട്. ഈ 2 കിലോ മാങ്ങയ്ക്ക് ഞാൻ 1/2 കിലോ ഉപ്പിൻ്റെ അടുത്തിട്ടിട്ടുണ്ട്. ഇത് കാണുന്നില്ലേ, ഇതാ കണ്ടോ.
ഇങ്ങനെ കിടക്കുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ അടച്ചു വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ഒരു ടവല് കെട്ടാം. ഇതിപ്പോ നമ്മള് 6 ദിവസം വെക്കണം. 6 ദിവസത്തിൽ കൂടുതൽ വെച്ചാൽ മാങ്ങയിൽ ഉപ്പ് അധികം പിടിക്കും. ഒരു 5-6 ദിവസമാണെങ്കിൽ ഓക്കെ ആയിരിക്കും. 2-3 ദിവസം വെച്ചാൽ മാങ്ങയിൽ ഉപ്പ് പിടിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു 4, 5, 6, 7 ദിവസം വരെ വെക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് മുളക് കൂട്ടുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് ഞാൻ ചെയ്യുന്നത് പറയാം. എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ചെയ്യുക. അപ്പൊ എൻ്റെ കടുമാങ്ങ വർഷങ്ങളോളം 2 വർഷം ഇരുന്നാലും ഒരു കേടും ഉണ്ടാവാറില്ല. ഓക്കെ, ഇതേപ്പോ അതുപോലെ ഞാൻ നെല്ലിക്കൊക്കെ അതായിട്ട് വെച്ചിരിക്കണം. ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കും. ഇതാ ഇതാ ഇതിപ്പോ ഞാൻ നെല്ലിക്ക ഇട്ട് വെച്ചതാണ്, കണ്ടില്ലേ? പിന്നെ അതുപോലെ ഇതാ ഉപ്പുമാങ്ങ അതായിട്ട് വെച്ചിരിക്കുന്നു, കണ്ടില്ലേ? കുട്ടികളൊക്കെ വരുമ്പോൾ ഓരോന്നൊക്കെ എടുത്ത് കഴിക്കും, നല്ല രസമാണ്. നെല്ലിക്കൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ വേണം തോന്നുന്ന സമയത്ത് എടുത്ത് കഴിക്കാം. വേണ്ട, ഇത് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. കഴിച്ചോട്ടെ. അപ്പൊ ഇനി 6 ദിവസം കഴിഞ്ഞിട്ട് മുളക് ചേർക്കുന്നത് കാണിക്കാം. പൊടിച്ച മുളകാണ് ഞാൻ ചേർക്കാറ് കേട്ടോ. ഞാൻ തന്നെ പൊടിച്ച മുളകാണ് ചേർക്കാറ്, കടയിൽ വാങ്ങുന്നതല്ല. അതൊരു 5-6 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചേർക്കാം. ഓക്കെ, ബൈ.